ചീസി ഫുട്ബോൾ ചിക്കൻ ഉണ്ടാക്കാനായിട്ട് വളരെ എളുപ്പമാണ്. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ 500 ഗ്രാം ചിക്കൻ, എല്ലില്ലാത്ത ചിക്കൻ മിക്സിയിലിട്ടിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഒരു മീഡിയം സൈസ് സവാള ചെറുതാക്കിയിട്ട് ഞാൻ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. 4 പച്ചമുളക് ചെറുതാക്കി കട്ട് ചെയ്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതുകൂടാതെ നമുക്ക് 1 ടേബിൾ സ്പൂൺ പാപ്രിക്ക പൗഡർ വേണം. അതില്ലാന്നുണ്ടെങ്കിൽ കാശ്മീരി ചില്ലി പൗഡർ എടുത്താലും മതി. 1 ടേബിൾ സ്പൂണോളം ഒറിഗാനോ എടുത്തിട്ടുണ്ട്. അതിനാവശ്യമായിട്ടുള്ള ഉപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് കോൺഫ്ലവർ ആണ് വേണ്ടത്. കോൺഫ്ലവർ ഇത് ബോളാക്കി എടുക്കാനായിട്ടുള്ള ബൈൻഡിങ്ങിന് എത്ര ആവശ്യമുണ്ടോ അതനുസരിച്ച് നമ്മൾ ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഇവിടെ ഫ്രഷ് ചിക്കൻ നിന്ന് കുറച്ച് എല്ലില്ലാത്ത പീസ് എടുത്തിട്ടാണ് ഞാൻ ഇവിടെ അരച്ചെടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചിക്കൻ മിൻസ് റെഡിമെയ്ഡ് വാങ്ങാൻ കിട്ടും, അതെടുത്തിട്ടും ഇത് ചെയ്യാവുന്നതാണ്. പിന്നെ നിങ്ങൾ എടുക്കുന്ന ചിക്കൻ്റെ അളവനുസരിച്ച് ഇതിലെ ഇൻഗ്രീഡിയൻസിൽ ഇതിൻ്റെ അളവിൽ നിങ്ങൾക്ക് മാറ്റങ്ങൾ വരുത്താം. ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് ഇതിന് ആവശ്യമുള്ളത്. അടുത്തതായിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള സാധനങ്ങൾ ആദ്യം ഈ ചിക്കനിലേക്ക്, അരച്ചു വെച്ച ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ സവാള നല്ല പൊടിയായിട്ട് അരിയാനായിട്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അതിനുശേഷം നമ്മുടെ പൊടികളുണ്ടല്ലോ, പാപ്രിക്ക പൗഡറും ഒറിഗാനും ഉപ്പും നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്തു. ഇനി ആദ്യം നമ്മൾ ഇതൊക്കെ കൂടിയിട്ട് കൈവച്ചിട്ടൊന്ന് കുഴച്ച് നന്നാക്കി അങ്ങ് മിക്സ് ആക്കുക. അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള കോൺഫ്ലോർ എടുത്തിട്ട് 2 ടേബിൾ സ്പൂണോളം ആദ്യം ചേർത്ത് കൊടുക്കുക. നമ്മൾ ഇതിലേക്ക് വേറെ വെള്ളമൊന്നും ആഡ് ചെയ്യണ്ട കേട്ടോ. ഇതിലേക്ക് നമ്മൾ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ആദ്യം ആഡ് ചെയ്തിട്ട് ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. നമുക്ക് കയ്യിൽ ബൈൻഡ് ചെയ്തിട്ട് പിടിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് എത്ര കോൺഫ്ലോർ ആണോ നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് അത്രയും കോൺഫ്ലോർ ചേർത്തിട്ട് നമുക്കത് മിക്സ് ആക്കിയിട്ട് എടുക്കണം. ചിക്കൻ കോൺഫ്ലോറും കൂടിയിട്ട് ചേർത്ത് മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി ഇതൊരു അരമണിക്കൂർ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കണം. അപ്പോൾ ഒന്നും കൂടി ഇത് ടൈറ്റൻ ആവും. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഇത് ബോൾസ് ആക്കി പിടിക്കാനായിട്ട് കുറച്ചും കൂടി എളുപ്പമുണ്ടാകും. അപ്പോൾ ഞാനിതൊന്ന് അരമണിക്കൂർ ഫ്രിഡ്ജിലൊന്ന് സെറ്റ് ചെയ്യാനായിട്ട് വെക്കട്ടെ. അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള ആ ചിക്കൻ്റെ മിക്സ് ഞാൻ പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് മോസറല്ല ചീസാണ്. പിന്നെ ബ്രെഡ് ഇതുപോലെ ചെറിയ പീസസ് ആക്കിയിട്ട് നമ്മൾ മുറിച്ചെടുക്കുക. പിന്നെ നമുക്കിത് ആദ്യം ഒന്ന് ആവി കയറ്റണം. അതിന് വേണ്ടിയിട്ടൊരു ആവിത്തട്ട് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ കയ്യിൽ കുറച്ച് എണ്ണ സ്പ്രെഡ് ചെയ്യണം നമ്മൾ ബോളാക്കുന്നതിന് മുമ്പ്. അതിന് വേണ്ടിയിട്ട് കുറച്ച് എണ്ണ, അത് നമ്മൾ ആദ്യം കൈമ എണ്ണ പറ്റിയിട്ട് ഇതിൽ നിന്ന് ഒരു ചെറിയ പോർഷൻ എടുത്തിട്ട് നമ്മൾ ഒന്ന് കയ്യിൽ വെച്ച് ഒന്ന് കുഴച്ചിട്ട് ഇതുപോലെ പരത്തുക. ഒരു പറ്റാവുന്ന അത്രയും കനം കുറച്ച് നമ്മൾ പരത്താനായിട്ട് ശ്രദ്ധിക്കുക. ഇതിലേക്ക് നമ്മൾ ഇനി അടുത്തതായിട്ട് ചീസ് എടുത്തിട്ട് ഇതിൻ്റെ നടുക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഈ നമ്മുടെ ചിക്കൻ്റെ മിക്സ് എല്ലാ സൈഡിൽ നിന്നും കൊണ്ടുവന്നിട്ട് നമ്മളത് ഉരുട്ടിയിട്ട് നല്ല ബോളാക്കിയിട്ട് എടുക്കണം. ആ ചീസ് പുറത്തേക്ക് വരാൻ പാടില്ല. ചീസ് ശരിക്കും അതിൻ്റെ ഉള്ളിലായിട്ട് ഇരിക്കണം. എന്നിട്ട് നമ്മൾ ചിക്കൻ്റെ മിക്സും വേണം നമുക്ക് പുറത്ത് ആവാനായിട്ട്. ബോളാക്കി എടുത്തതിന് ശേഷം ഇതുപോലെ ബ്രെഡിൻ്റെ ഓരോ പീസ് അതിൻ്റെ മേലെ നമ്മൾ വെച്ച് കൊടുക്കണം. എന്നിട്ട് വെച്ചൊന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. പരമാവധി നമ്മൾ ഗ്യാപ്പില്ലാതെ വേണം നമ്മൾ ഇത് ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് കൊടുക്കാനായിട്ട്. അങ്ങനെ ഈ ബോളിൻ്റെ ചുറ്റും നമ്മൾ ഇതുപോലെ ബ്രെഡിൻ്റെ ചെറിയ പീസസ് ആക്കിയിട്ടുള്ളത് ഇതുപോലെ വെച്ചിട്ട് ചേർത്ത് ഒട്ടിച്ചു കൊടുക്കണം. ഒട്ടിച്ചു കൊടുക്കാൻ മീൻസ് നമ്മൾ അതുമ്മ ജസ്റ്റ് ഒന്ന് വെച്ചിട്ട് ഒന്ന് കൈ വെച്ചിട്ട് ഒന്ന് അമർത്തി കൊടുത്താൽ മതി. അപ്പോൾ അത് കറക്റ്റായിട്ട് അതുമ്മ ചേർന്ന് ഇരുന്നോളൂ. ഇങ്ങനെയാണ് ചിക്കൻ ബോൾസ് ചിക്കൻ ഫുട്ബോൾസ് ആയിട്ട് മാറുന്നത്. ബ്രെഡിന്റെ എല്ലാ പീസസും അതുമേ വെച്ചതിന് ശേഷം നമ്മൾ കൈയിന്റെ അടിയിൽ വെച്ചിട്ട് ഒന്നും കൂടി നന്നായി പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലാ ബ്രെഡ് പീസസും അതുമേ നന്നായിട്ട് കോട്ടായിട്ട് ഇരുന്നോളും. ഇനി നമുക്കത് ആവിപാത്രത്തിലേക്ക് വെക്കാം. നമുക്കിത് ഡയറക്റ്റായിട്ട് പൊരിച്ചെടുക്കാനായിട്ട് പറ്റൂല. കാരണം നമ്മൾ പൊരിച്ചെടുക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ബ്രെഡ് പെട്ടെന്ന് മൊരിയും, ഉള്ളിലുള്ള ചിക്കൻ വെന്ത് കിട്ടൂല. അതുകൊണ്ടാണ് നമ്മൾ ആദ്യം ഒന്ന് ആവി കയറ്റുന്നത്. ആവി കയറ്റുന്നതിന് പ്രത്യേകതയുണ്ട്. അത് ഞാൻ നിങ്ങളെ ആവി കയറ്റുന്ന സമയത്ത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതുപോലെ ചിക്കൻ കഴിയുന്നവരെ ചിക്കൻ അതിൻ്റെ ഉള്ളിലേക്ക് കുറച്ച് ചീസ് വെക്കുക, ബ്രെഡ് ഇതുപോലെ പുറത്ത് കോട്ട് ചെയ്യുക. അങ്ങനെ എല്ലാതും നമ്മൾ ബോൾസ് ആക്കിയിട്ട് എടുക്കുക. അപ്പോൾ ഞാൻ അങ്ങനെ എല്ലാതും ചെയ്തെടുക്കട്ടെ കേട്ടോ. ആവി കയറ്റാനായിട്ടുള്ള ആ പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് തിളപ്പിച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ആവി കയറ്റാനായിട്ടുള്ള ബോൾസ് വെച്ച് കൊടുക്കുകയാണ്. നമ്മൾ ബോൾസ് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ലിഡ്
പകുതി അടയ്ക്കാൻ പാടുള്ളൂ, അതായത് പകുതിയെ മൂടി വെക്കാൻ പാടുള്ളൂ. നമ്മൾ മുഴുവനായിട്ട് മൂടി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ബ്രെഡ് സോഗി ആയിട്ട് പോകും, അതായത് അത് കുതിർന്നിട്ട് നമുക്ക് ബോൾസ് ആക്കിയിട്ട്, അതായത് ഫുട്ബോൾ ഷേപ്പിൽ നമുക്ക് കിട്ടൂല. അപ്പം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, അതിൽ നിന്ന് കുറച്ച് ആവി പുറത്ത് പോയിക്കൊണ്ടിരിക്കണം. പക്ഷെ നമുക്ക് ചിക്കൻ വെന്ത് കിട്ടും, ചിക്കൻ അല്ലേ അത് വെന്ത് കിട്ടും. അങ്ങനെ ഒരു 15 മുതൽ 20 മിനിറ്റ് വരെ നിങ്ങൾ വെച്ചിട്ട് ആവി കയറ്റിയിട്ട് എടുക്കണം. ചിക്കൻ ഫുട്ബോൾസ് എല്ലാം ആവി കയറ്റി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ ആവി കയറ്റാൻ വേണ്ടി വെച്ചിട്ട്. ഇനി നമ്മൾ ഇതൊന്ന് തണുക്കാൻ വേണ്ടിയിട്ടൊന്ന് വെയിറ്റ് ചെയ്യണം. അതിനുശേഷമാണ് നമുക്ക് അടുത്തത് ചെയ്യേണ്ടത്. ചിക്കൻ ഫുട്ബോൾസ് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു പാനിൽ എണ്ണ ഒഴിച്ചിട്ട് ചൂടാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ നമ്മുടെ ഫുട്ബോൾ എടുത്തിട്ട് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. തീ മീഡിയം ഫ്ലെയിമിലായിരിക്കാനായിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മളത് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ സൈഡിൽ നിന്ന് എണ്ണ അതിൻ്റെ മേലേക്ക് ഒന്ന് തട്ടി കൊടുക്കണം. എന്നാലാണ് ആ മുകളിലെ ബ്രെഡും കൂടിയിട്ട് ഈവൺ ആയിട്ടൊന്ന് മൊരിയുള്ളൂ. ഇത് നമ്മൾ മറിച്ചിട്ടും, എന്നാൽ പോലും നമ്മൾ ആദ്യമേ ഇതുപോലെ എണ്ണ ഒന്ന് അതിൻ്റെ മേലേക്ക് ഒന്ന് തട്ടി കൊടുക്കണം. ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയത്, നമ്മൾ ഇത് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇത്തിരി കുഴിയുള്ള ചട്ടി എടുക്കണം. അടി ഫ്ലാറ്റ് ആയിട്ടുള്ള ചട്ടികൾ ഇത് പൊരിച്ചെടുക്കാനായിട്ട് നമുക്ക് പറ്റൂല. അപ്പോൾ നിങ്ങളുടെ ചട്ടിയുടെ വലിപ്പം അനുസരിച്ച് നിങ്ങൾക്ക് 1-2 ഒക്കെ ഇട്ടിട്ട് പൊരിച്ചെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ചെറിയ ചട്ടിയിലായതുകൊണ്ട് ഓരോന്നായിട്ടാണ് പൊരിച്ചെടുക്കുന്നത്. അടിഭാഗം ഒന്ന് ബ്രൗൺ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക. ഇങ്ങനെ നമ്മൾ തിരിച്ചും മറിച്ചും ഇട്ടിട്ട് ഏതാണ്ട് ഒരു ഗോൾഡൻ കളർ ബ്രൗൺ ആവുന്ന വരെ നമ്മൾ പൊരിച്ചെടുക്കണം. ഈ ഒരു ഷെയ്ഡിലേക്ക് വേണം വരാനായിട്ട്. ഇങ്ങനെ നമ്മൾ ഓരോന്നും ഇതുപോലെ ഇട്ടിട്ട് നമ്മൾ പൊരിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ഫുട്ബോൾ, ചിക്കൻ ചീസി ഫുട്ബോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ സ്നാക്കിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുറമെ ബ്രെഡിൻ്റെ ക്രിസ്പിനെസ് ആണ്, ഉള്ളിലാണെങ്കിലോ ചീസിൻ്റെയും ചിക്കൻ്റെയും ഫില്ലിങ്ങും ഉണ്ട്. അപ്പോൾ ഇതിനൊരു പ്രത്യേക ഫീലാണ് നമുക്കിത് കഴിക്കുമ്പോൾ. ആ ക്രഞ്ചിനെസ്സും ഉണ്ട്, എന്നാൽ ഉള്ളിൽ ആ സോഫ്റ്റ്നെസ്സും ഉണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്തിട്ട് നോക്കണം. ഇപ്പോൾ റമദാൻ പാർട്ടീസൊക്കെ നടത്തുമ്പോൾ ഇതൊരു വെറൈറ്റി ആയിട്ട് നമുക്ക് പ്രസൻറ്റ് ചെയ്യാവുന്നതാണ്. ഉണ്ടാക്കാനാണെങ്കിൽ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്തിട്ട് നോക്കണം. പിന്നെ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്താലാണ് ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരികയുള്ളൂ. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുന്നും ഷെയർ ചെയ്യുന്നൊക്കെ എനിക്കറിയാം. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.